അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ ലോകത്തിൽ ഇറാൻ ഒരിക്കൽ കൂടി തങ്ങളുടെ നയതന്ത്ര വൈദഗ്ധ്യം കൊണ്ട് ലോകശക്തികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. മാസങ്ങളോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശേഷം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഒരു പുതിയ ധാരണയിൽ എത്തിക്കൊണ്ടാണ് ഇറാൻ ലോകശക്തികളെ അമ്പരപ്പിച്ചത്. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുമ്പോൾ തന്നെ അന്താരാഷ്ട്ര സഹകരണത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഈ നീക്കത്തിലൂടെ ഇറാൻ ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കി. ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ പുനരാരംഭിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഈ സുപ്രധാന തീരുമാനം സങ്കീർണമായ വെല്ലുവിളികളെ നയതന്ത്രത്തിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും നേരിടാനുള്ള ഇറാന്റെ അസാധാരണമായ കഴിവിനെയാണ് എടുത്തു കാണിക്കുന്നത്. ഈ പുതിയ ധാരണയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സമീപകാല സംഭവങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇറാൻ ആണവ കേന്ദ്രങ്ങളിലെ പരിശോധകരെ വിലക്കിയിരുന്നു. ഇസ്രയേൽ നടത്തിയ ഈ ആക്രമണം ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന ഇറാന്റെ വാദത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. നദാൻ സമ്പുഷ്ടീകരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാക്കി. ഈ ആക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഇറാൻ ആണവ നിർവ്യാപന ബാധ്യതകൾ ലംഘിച്ചുവെന്ന് ഇസ്രയേലും അമേരിക്കയും ആരോപിച്ചു. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ IAEA നിരീക്ഷണം ഇല്ലാതായതോടെ ഇറാൻ രഹസ്യമായി ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ യുറേനിയം ഉൽപ്പാദിപ്പിച്ചേക്കാമെന്ന് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഇത് ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണവുമായി. അതേസമയം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. എന്നാൽ വർദ്ധിച്ചു വരുന്ന യുറേനിയം ശേഖരം ഈ വാദങ്ങളെ ദുർബലപ്പെടുത്തി. ഇസ്രയേൽ ആക്രമണത്തിന് തൊട്ടു മുമ്പ് 880 പൗണ്ടിലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ ശേഖരിച്ചതായി IAEA കണക്കാക്കിയിരുന്നു. ഇത് ഒന്നിലധികം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ മതിയായ അളവാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വലിയ ശ്രദ്ധ ആകർഷിച്ചു. ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പല കോണുകളിൽ നിന്നും ആരംഭിച്ചു. IAEA തലവൻ റാഫേൽ ഗ്രോസിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും തമ്മിൽ കെയ്റോയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയാണ് ഈ കരാറിന് വഴിയൊരുക്കിയത്. ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിലായിരുന്നു ചർച്ചകൾ. വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾ നടന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു നയതന്ത്ര നീക്കം മാത്രമായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിലനിൽപ്പിനെ സംബന്ധിച്ച ഒരു നീക്കം കൂടിയായിരുന്നു. പുതിയ കരാർ പ്രകാരം ഇൻസ്പെക്ടർമാർക്ക് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. ഇത് ഇറാന്റെ ആണവ പദ്ധതി സുതാര്യമാണെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തെളിയിക്കാൻ സഹായിക്കും. എന്നാൽ ഈ തീരുമാനം പെട്ടെന്നെടുത്ത ഒന്നല്ല. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ ഭീഷണിയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. കെയ്റോയിലെ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ 2015 ആണവ കരാറിലെ സ്നാപ്ബാക്ക് സംവിധാനം സജീവമാക്കാനുള്ള തങ്ങളുടെ ഉദ്ദേശം പ്രഖ്യാപിച്ചിരുന്നു. ഇറാൻ കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെങ്കിൽ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്താൻ ഈ സംവിധാനം സഹായിക്കും. വർഷങ്ങളായുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ തകർത്തിട്ടുണ്ട്. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, ജീവിത ചെലവ് എന്നിവ കുതിച്ചുയർന്നു. ഇറാൻ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. അധിക ഉപരോധങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്തേക്കാം. അതിനാൽ പുതിയ ഉപരോധങ്ങൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവ ഏർപ്പെടുത്തുന്നത് വൈകിപ്പിക്കാനോ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഇറാൻ ഈ കരാറിനെ കാണുന്നുണ്ടാകാമെന്നും പാശ്ചാത്യ നയതന്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 3 മാസം മുമ്പ് ഇസ്രയേലുമായി നടന്ന 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ IAEAയുമായുള്ള സഹകരണം നിർത്തിവെച്ചിരുന്നു. ഈ സമയത്താണ് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിക്ക് വലിയ തിരിച്ചടിയായി. എന്നാൽ IAEA ഇൻസ്പെക്ടർമാരെ തിരിച്ചെത്തിക്കുന്നത് വഴി ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് വീണ്ടും ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കെയ്റോയിൽ ഉണ്ടാക്കിയ കരാർ ഒരു പ്രായോഗിക മുന്നേറ്റം മാത്രമാണെന്ന് IAEA തലവൻ ഗ്രോസി സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ കരാർ നടപ്പാക്കുന്നതിന് ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആക്രമണത്തിൽ തകർന്ന ചില സ്ഥലങ്ങളിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കാൻ ഇൻസ്പെക്ടർമാർക്ക് സാധിച്ചെന്ന് വരില്ല. കൂടാതെ ഇറാൻ പൂർണ്ണ സഹകരണം നൽകുമോ എന്ന കാര്യത്തിലും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നും സഹകരണത്തിന് സന്നദ്ധതയുണ്ടെങ്കിലും കൂടുതൽ സൈനികമോ സാമ്പത്തികമോ ആയ സമ്മർദ്ദം ഉണ്ടായാൽ കരാർ അസാധുവായി കണക്കാക്കുമെന്ന് ഇറാൻ ഊന്നി പറഞ്ഞിട്ടുണ്ട്. സ്നാപ്ബാക്ക് സംവിധാനം ആരംഭിക്കുമെന്ന ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങൾ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതിനാൽ അടുത്ത മാസം നിർണായകമാണ്. ഇറാൻ ആണവ പ്രതിസന്ധിക്ക് ഈ കരാർ ഒരു ദീർഘകാല പരിഹാരമല്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പരിശോധനകൾ പുനരാരംഭിക്കുന്നത് താൽക്കാലികമായി ആശ്വാസം നൽകിയേക്കാം. പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണ പരിധി, സുരക്ഷാ ഗ്യാരണ്ടികൾ, 2015 ആണവ കരാറിന്റെ ഭാവി എന്നിവയെക്കുറിച്ചുള്ള പ്രധാന തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ കരാർ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം.
രാജ്യത്തിനകത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദമുണ്ട്. ഒരു പുതിയ യുദ്ധം ഒഴിവാക്കുകയും ഉപരോധങ്ങളിൽ നിന്നും ഒരു ആശ്വാസം നേടുകയും ചെയ്യുന്നത് ഭരണകൂടത്തിന് ജനകീയ പിന്തുണ നേടാൻ സഹായിച്ചേക്കാം. എന്നാൽ യാഥാസ്ഥിതിക വിഭാഗങ്ങൾ ഈ നീക്കത്തെ സംശയത്തോടെ വീക്ഷിക്കാനാണ് സാധ്യത. ഇറാന്റെ ഈ നീക്കം ആഗോളതലത്തിൽ ഒരു പുതിയ നയതന്ത്ര പാത തുറന്നേക്കാം. ചർച്ചകളിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. എന്നിരുന്നാലും മേഖലയിലെ സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം, അറബ് രാജ്യങ്ങളുടെ ആശങ്കകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഈ കരാർ ഒരു പരിഹാരമല്ല. ചുരുക്കത്തിൽ IAEAയുമായുള്ള ഇറാന്റെ പുതിയ ധാരണ ഒരു വിജയമാണ്. ഇത് ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് മാത്രമായിരിക്കാം. ഭാവിയിലെ നയതന്ത്ര ചർച്ചകൾക്ക് ഇത് ഒരു അടിത്തറയിട്ടേക്കാം. എന്നിരുന്നാലും ഈ പ്രശ്നം ഒരു ശാശ്വത പരിഹാരത്തിലെത്താൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. പുതിയ വെല്ലുവിളികളും തടസ്സങ്ങളും ഇനിയും ഉണ്ടായേക്കാം. പക്ഷേ ഈ ധാരണ പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കമാണ്.